അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. യേശു വന്നാൽ, യേശു തൊട്ടാൽ, യേശു വന്നാൽ, യേശു തൊട്ടാൽ പാപമെല്ലാം മാറിപ്പോകും, ശാപമെല്ലാം തീർന്നു പോകും. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കാം, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. ഇതാകുന്നു വാഗ്ദത്തം, അത് നിത്യജീവൻ തന്നെ. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. അത്ഭുതങ്ങൾ സാധാരണം, അടയാളങ്ങൾ സാധാരണം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് നമ്മൾ കേൾക്കാൻ പോകുന്ന ചിന്ത നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റുന്നതാണ്. യഥാർത്ഥത്തിൽ പൗലോസ് തൻ്റെ ലൈഫിൽ യേശുവിനോടൊപ്പം നടന്ന ഒരു ശിഷ്യനല്ലായിരുന്നു. മറ്റു ശിഷ്യന്മാർ യേശുവിനോടൊപ്പം നടന്നവരുണ്ടായിരുന്നു. പക്ഷേ അവർ പറഞ്ഞു കൊടുക്കാത്തതും അവർ സഭയെ പഠിപ്പിക്കാത്തതുമായ ചില കാര്യങ്ങൾ പൗലോസ് കർത്താവിൽ നിന്ന് ഗ്രഹിച്ചിട്ട് സഭയ്ക്ക് പങ്കിടുന്നത് നമുക്ക് കാണാനായി കഴിയും. യഥാർത്ഥത്തിൽ ആ സമയത്ത് ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് കത്രിമേശയെക്കുറിച്ചിട്ട്, മേശയുടെ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ സഭയ്ക്ക് പറഞ്ഞു കൊടുക്കാത്ത കാര്യങ്ങൾ പോലും അപ്പോൾ കൂടെ ഇല്ലായിരുന്ന പൗലോസ് കർത്താവിൽ നിന്ന് പ്രാപിച്ച് അവർക്കത് വെളിപ്പെടുത്തി കൊടുക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഓരോരുത്തരും ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ കർത്താവ് അവരിലൂടെ വ്യത്യസ്തമായ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വേറൊരാളെ പോലെയല്ല ഞാനായിരിക്കേണ്ടത്, നിങ്ങളായിരിക്കേണ്ടത്. ദൈവത്തിന് നിങ്ങളെ സ്പെഷ്യലായി, അല്ലെങ്കിൽ ഇതുവരെ ആരും ചെയ്യാത്ത വിധത്തിൽ നിങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ആർക്കും ലഭിക്കാത്ത ചിലത് നിങ്ങളോട് പങ്കിടുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർ നാച്ചുറലായി ചിലത് കർത്താവിൽ നിന്ന് ഗ്രഹിക്കുവാനും ആ വിധത്തിൽ കർത്താവിനോടൊപ്പം ആയിരിക്കുവാനും കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. 1 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വരാം. അതിൻ്റെ 11-ാം അധ്യായം എടുക്കാം. നമുക്ക് സുപരിചിതമായൊരു വാക്യം വായിക്കാം. 23-ാമത്തെയും 24-ഉം 25-ഉം 26-ഉം വാക്യങ്ങളിലേക്ക് വരാം. ഞാൻ ആദ്യത്തെ വാക്യം നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുന്നു. ഒന്ന് ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഒരാൾ എനിക്ക് ബൈബിൾ ഒന്ന് വായിച്ചു തരാൻ എനിക്ക് സന്തോഷമായിരുന്നു. 1-ാം അധ്യായം 11-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ. ഞാൻ ആ വാക്യം പലപ്പോഴും വായിച്ചപ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ തോന്നിയ ഒരു വലിയ യാഥാർത്ഥ്യം. പൗലോസ് പറയുക, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു. ഞാനതിൻ്റെ പല ട്രാൻസ്ലേഷനുകൾ വായിച്ചപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒരു ട്രാൻസ്ലേഷൻ പറയുന്നത് ഞാൻ ദൈവത്തിൽ നിന്നൊരു നിർദ്ദേശം പ്രാപിച്ചു എന്ന്. പൗലോസ് ദൈവത്തിൽ നിന്നൊരു നിർദ്ദേശം പ്രാപിച്ചിട്ട് ഞാൻ എങ്ങനെ തിരുമേശ അല്ലെങ്കിൽ കർത്തൃമേശ അല്ലെങ്കിൽ ലോർഡ് സപ്പർ എങ്ങനെ ചർച്ചിനകത്ത് കൊണ്ടുപോകണമെന്ന് പൗലോസ് എഴുതുകയാണ്. ഈ പൗലോസ് ഇത് എഴുതുന്നതിനൊരു കാരണമുണ്ട് കേട്ടോ. പൗലോസ് എഴുതാനുള്ള കാരണം എന്ന് പറയുന്നത്, അന്ന് സഭയ്ക്കകത്ത് തിരുമേശയെക്കുറിച്ചുള്ള ഏതോ അവ്യക്തത, തിരുമേശയിൽ നടന്ന പക്വതയില്ലായ്മ, തിരുവത്താഴ ശുശ്രൂഷയിൽ നടന്ന ഒരു പക്വതയില്ലായ്മ, അല്ലെങ്കിൽ പൗലോസിനെ തിരുവത്താഴ ശുശ്രൂഷ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, സഭയിൽ ഇങ്ങനെ ആയിരിക്കണമെന്ന് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട്
പൗലോസ് ഒരു നിർദ്ദേശം വെക്കുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായത് പൗലോസ് അത് നിർദ്ദേശം വെക്കണേക്കാൾ മുമ്പ് തിരുമേശ സഭയിലുണ്ട്. പക്ഷേ പൗലോസ് ആ സഭയോട് പറയുക, ഇങ്ങനെയാണ് കർത്താവിനോട് പറഞ്ഞത്, ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, ഇതാണ് അതിൻ്റെ നിർദ്ദേശം. ഒരു ഭയങ്കര കാര്യമല്ലോ സോളി. അപ്പോൾ പൗലോസ് ഈ ലേഖനം എഴുതുന്നേക്കാൾ മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ വാസ്തവത്തിൽ തിരുമേശ നടക്കുന്നുണ്ട്. പക്ഷെ ആ തിരുമേശയ്ക്കകത്ത് ഒരു റെക്ടിഫിക്കേഷൻ വരികയാണ്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന രീതിയിൽ ഇന്നത് തെറ്റുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഇന്നത് പിഴവുണ്ട്. അതിന് ദൈവത്തിൽ നിന്നൊരു നിർദ്ദേശം പ്രാപിക്കുക. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, സഭയ്ക്കകത്ത് ഏത് കാര്യവും ഭംഗിയായി തീരണമെങ്കിൽ ആ മേഖലയിൽ ദൈവത്തിൽ നിന്നൊരു നിർദ്ദേശം വേണം. ഇതൊരു കുറച്ച് വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആദിമസഭയിൽ നടന്നുകൊണ്ടിരുന്ന കാര്യത്തിനെ പൗലോസ് ദൈവത്തിൽ നിന്നൊരു വെളിപ്പാട് പ്രാപിച്ച് അതിനെ നിർദ്ദേശിക്കുക. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ ആദിമസഭയിൽ എങ്ങനെയായിരിക്കും ആ തന്മീശം ഉണ്ടായി കാണുക? നിങ്ങളൊന്ന് പറയാവൂ. ഞാൻ ഇങ്ങനെ പറയും, യേശുവിന്റെ കൂടെ എഴുതുന്ന ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരിൽ നിന്ന് ലഭിച്ച ബോധ്യങ്ങളിൽ നിന്ന് അന്നത്തെ തിരുമേശം നടക്കുന്നുണ്ട്. എന്നാൽ പൗലോസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇല്ലാതിരിക്കെ പൗലോസ് ദൈവത്തിൽ നിന്ന് അന്ന് ചെയ്ത ശുശ്രൂഷയെ താൻ വെളിപ്പാടിൽ കണ്ടിട്ട് അക്ഷരികമായി കണ്ട ആളുകളെക്കാൾ നന്നായിട്ട് ഇന്നത് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുക. ഓ, ഇറ്റ്സ് ക്വൈറ്റ് ഗുഡ് തിങ്. ഭയങ്കര പോലെ ചിന്തിച്ചു നോക്കി. അക്ഷരികമായിട്ട് അന്ന് ചെയ്ത ആളുകൾ കൂടെ ഉണ്ട്. അവർക്ക് സഭയ്ക്ക് നിർദ്ദേശിക്കാൻ കഴിയുന്നേക്കാൾ നന്നായിട്ട് ആത്മാവിൽ ആ കാര്യം പ്രാപിച്ചിട്ട് ആ നടന്ന സംഭവം അതിനേക്കാൾ നന്നായിട്ട് വ്യക്തമായി ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് അതിനെ പൗലോസ് സഭയ്ക്ക് കൈമാറുകയാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ് ഇനി ഞാൻ പറയുന്നത് കുറച്ച് നന്നായി നിങ്ങൾ ഗ്രഹിക്കണമെന്ന് എൻ്റെ വിചാരം. യേശു കർത്താവ് അന്ന് ചെയ്തത് പൗലോസ് എങ്ങനെ ചെയ്യണമെന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുകയാണ്. ഞാനൊന്നും കൂടെ പറയാമോ വാചകം? യേശു കർത്താവ് ചെയ്തതിന്റെ പാറ്റേണിൽ ആര് ചെയ്യുന്നത്? ശിഷ്യന്മാരെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ യേശു ഇങ്ങനെ ചെയ്യണമെന്ന് അവരോട് നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പുസ്തകത്തിൽ അത് കാണാനില്ല. പക്ഷെ ആ യേശു ചെയ്തത് അവരനുഗമിച്ചിരുന്നത്. യേശുവിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായ പൗലോസ് യേശുവിൽ നിന്ന് അതെങ്ങനെ ചെയ്യണമെന്ന് കേൾക്കുകയാ. അയ്യോ, ഭയങ്കരമായി പോയ കാര്യം. ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല സോളി. ഇത് സോളിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായോ? ജോസാനി ഇതേപോലെ പറഞ്ഞു മനസ്സിലായോ? പറയാ ഞാൻ പറഞ്ഞത് എന്താന്ന്? ശിഷ്യന്മാർ ചെയ്തുകൊണ്ടിരുന്നത് യേശുവിൽ നിന്ന് കേട്ടല്ലേ, യേശു ചെയ്യുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ചെയ്തുകൊണ്ടിരുന്ന. ഓക്കെ, അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ശിഷ്യന്മാര് ചെയ്തിരുന്ന കാര്യം, സഭയിലുണ്ടായിരുന്ന കാര്യം പൗലോസ് കുറെ കൂടി വ്യക്തതയോടെ ദൈവത്തിൽ നിന്ന് കേൾക്കുക. എങ്ങനെയാണത് ചെയ്യുന്നത്? യേശു ചെയ്തത് ശിഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ ചെയ്തത് യേശുവിന്റെ ഉള്ളിൽ എന്താണോ ഉള്ളത്, ആ ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആ ആശയം, അത് വാസ്തവത്തിൽ വ്യക്തതയോടെ പൗലോസ് പ്രാപിക്കുക. ഞാൻ എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുക, സഭയിലെ പല കാര്യങ്ങളും ഇന്ന് നമ്മൾ അനുശ്വസിക്കുന്നത് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പലതും ദൈവത്തിൽ നിന്ന് അതെങ്ങനെ കേൾക്കണമെന്നും ദൈവത്തിന്റെ ഹൃദയത്തിലെ ആശയം എന്താണെന്നും നമുക്ക് വ്യക്തമായി കേൾക്കാൻ പറ്റും. ഞാനതിനെ വിളിക്കും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്ന് വിളിക്കും. വേദപുസ്തകം അതിനെ പറയും ദൈവത്തിൽ നിന്ന് കേൾക്കുക എന്ന് വിളിക്കും. വേദപുസ്തകം അതിനെ പറയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്നത്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ചിന്തിക്കാൻ തുടങ്ങി, കർത്താവേ, എങ്കിൽ സഭയുടെ ഓരോ ശുശ്രൂഷയും, ഒരു ശുശ്രൂഷകൻ സഭയിൽ ചെയ്യുന്ന ഓരോ ശുശ്രൂഷകയും സത്യത്തിൽ ഇന്നലകളിൽ കണ്ട ആളുകളിൽ നിന്ന് ശീലിച്ചു പോയതല്ല നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്നലകളിലെ പാറ്റേണിൽ തന്നെ തുടരണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. അത് ശരിയായിരിക്കാം. പക്ഷേ അതിനെക്കുറിച്ച് ദൈവത്തിന് എന്താണോ തൻ്റെ ഹൃദയത്തിലുള്ളത് എന്ന് ഗ്രഹിക്കുന്നത് എനിക്ക് കഴിഞ്ഞാൽ കുറെ കൂടെ ബെറ്ററായി എനിക്ക് ഇങ്ങനെയാന്ന് പറയാനായി പറ്റും. അടുത്തിരിക്കുന്നവരോട് പറ, ദൈവത്തിന്റെ ഹൃദയം വായിക്കുന്നവരാകണം. ദൈവത്തിന്റെ ഹൃദയം വായിക്കുന്നവർ.
ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കുന്നവരായിരിക്കണം. ഞാൻ ഇന്ന് എനിക്ക് തോന്നുന്ന സഭകളെല്ലാം പണിയപ്പെടുന്നതും ചിന്തിക്കപ്പെടുന്നതും എല്ലാം നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്തകൾ ഒരുമിച്ച് കൂടിയിരുന്ന് എല്ലാവരും കൂടെ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്ന ഒരു പ്രാദേശിക ചിന്തയിലാണ് നമ്മൾ സഭയിലെ പല കാര്യങ്ങൾ ചെയ്യുന്നത്. എനിക്ക് നമ്മുടെ ചർച്ചയിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് തോന്നാറുള്ളത്, പ്രാദേശികമായി എന്തൊക്കെ ചെയ്യാമെന്ന് ഞാനിരിക്കുമ്പോൾ ജോസ്യാൻ ഇരിക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന അനീഷ് ബ്രദർ കാണും, അല്ലെങ്കിൽ ജസ്റ്റിൻ ബ്രദർ കാണും, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് എന്ത് ചെയ്യും, ഇന്നത് ചെയ്യാം, സഭയിൽ ഇങ്ങനെ ചെയ്യാം എന്ന് ചിന്തിക്കുക ചെയ്യുന്നേ. സ്വർഗനോട് പറഞ്ഞു, ജോണെ അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റില്ല. കാരണം യൂദാസ് പോയ സ്ഥലത്തേക്ക് നറുക്കിട്ട് ശിഷ്യന്മാർ ഒരാളെ തെരഞ്ഞെടുത്തതുപോലെ ചിലത് ചിന്തിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഹൃദയം അറിയാൻ തുടങ്ങിയാൽ ആ കാര്യത്തിൻ്റെ മേൽ നിനക്ക് വ്യക്തത ഉണ്ടാകാനായി തുടങ്ങും. ആ അനുഭവത്തെയാണ് റെവലേഷൻ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിക്കുക എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ദൈവിക മർമ്മങ്ങൾ എന്ന് വിളിക്കാം. ഒരു ഹല്ലേലൂയ പറയാം നിങ്ങൾക്ക്. ഞാൻ ഈ പൗലോസിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴേ, പൗലോസ് ശ്രദ്ധിക്കണേ, പൗലോസ് അന്ന് വരെ ഉണ്ടായിരുന്ന ചർച്ചിന്റെ കൺസെപ്റ്റിൽ നിന്ന് ചർച്ചിനെ ഡൈവേർട്ട് ചെയ്തിട്ട് ഒരു പുതിയ വിധത്തിലേക്ക് സഭയെ തിരിച്ചത് പൗലോസിലൂടെയാണ്. ദൈവം പത്രോസിനെ ആ കാര്യം ഏൽപ്പിച്ചെങ്കിലും പത്രോസ് ആ കാര്യത്തെ അടുത്തൊരു പ്രതലത്തിലേക്ക് കൊണ്ടുവരുവാൻ പത്രോസ് അല്ല ദൈവം ഉപയോഗിച്ചത്, പൗലോസിനെയായിരുന്നു. എന്ന് പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോണേ, യേശു ഈ ഭൂമിയിൽ വന്ന് കർത്താവ് കാൽവറിയിൽ മരിച്ച് ആ മരണത്താൽ സകല ജനത്തെയും വീണ്ടെടുത്തു. ആ വീണ്ടെടുപ്പിന്റെ ശുശ്രൂഷ അവർ യഹൂദന്മാർക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിരുന്നപ്പോൾ പത്രോസിനോട് ദൈവം ഒരിക്കൽ വെളിപ്പെട്ടു, നോക്ക, കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെന്ന് ഞാൻ അവരെ വിശുദ്ധീകരിച്ചതാ എന്ന് പറഞ്ഞ് ജാതികളുടെ ഇടയിലേക്കും കൂടെ ആ ശുശ്രൂഷ എത്താൻ തുടങ്ങി. പക്ഷേ പിന്നീട് പത്രോസിനെ ആ മേഖലയിൽ അധികം പ്രയോജനപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ പൗലോസിന് സഭയെക്കുറിച്ച് ദൈവം വീണ്ടും ഒരു വെളിപ്പാട് കൊടുക്കുക. അതുവരെ ഉണ്ടായിരുന്ന യൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന, ആദിമ സഭയിൽ ഉണ്ടായിരുന്ന, പരിശുദ്ധാത്മാവിൻ നിറവ് പ്രാപിച്ച അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആ ചിത്രത്തിൽ നിന്ന് ഒരു ഡൈവേർഷൻ ദൈവം കൊടുക്കുകയാണ്. ഞാൻ പൗലോസിനോട് ചോദിക്കാം, പൗലോസ് എങ്ങനെയാ ഡൈവേർഷൻ പ്രാപിച്ചത്? ഇതുവരെ ഇല്ലാത്തതൊന്ന് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതുവരെ ഇല്ലാത്തത് എങ്ങനെയാ തനിക്കായി തുടങ്ങാൻ പറ്റുന്നത്? പൗലോസ് പറയും, ലഭിച്ച വെളിപ്പാട് പഴയ നിയമ വാക്കുകളുമായി ചേർത്ത് വെച്ചിട്ട് പൗലോസ് പറയുക, എനിക്ക് ലഭിച്ച വെളിപ്പാട് പഴയ നിയമത്തിലെ വാക്യങ്ങളുമായി ഒക്കുന്നത് കൊണ്ടും ക്രിസ്തുവിന്റെ ശുശ്രൂഷയോടെ ചേർന്നിരിക്കുന്നത് കൊണ്ടും അത് ശരിയാന്ന് എനിക്ക് മനസ്സിലായിട്ട് ഞാനൊരു പുതിയ കാലത്തിലേക്ക് കാലുവെക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം എപ്പോഴോ കർത്താവിനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, കർത്താവ് എന്ന് പറഞ്ഞ സഭയ്ക്ക് ഇതുവരെ ഇല്ലാത്ത ന്യൂ ഡയമെൻഷനുകൾ ആത്മീയ പ്രതലങ്ങളിൽ തുറക്കാൻ പറ്റുമോ? സ്വർഗം പറഞ്ഞു, യെസ്, ഇറ്റ് ക്യാൻ, അതിന് സാധിക്കോ? പക്ഷെ ആ സാധ്യം ആകുന്നത് തെറ്റിപ്പോകാതിരിക്കാൻ വേദപുസ്തകത്തിന്റെ വാക്യങ്ങൾ മാത്രം മതി. ഇതുവരെ ആരും ചെയ്യാത്ത ചിലത് ചെയ്യുവാൻ സ്വർഗത്തിന് നിങ്ങളെക്കുറിച്ച് ഉദ്ദേശമുണ്ടോ? ഓ, നിങ്ങൾ അതിന് കൈയടിച്ചില്ല. നിങ്ങൾ ആർക്കും പ്രാപിക്കാത്ത പുതിയതൊന്ന് പ്രാപിക്കുവാൻ എൻ്റെ ദൈവത്തിന് ചേരാൻ കഴിയാൻ കഴിയും. ഇതുവരെ ആർക്കും മനസ്സിലാകാത്ത ആത്മീയ പുതിയ മർമ്മങ്ങളെ ദൈവത്തിന് ഇടപെടാൻ പറ്റും. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. ഇതുവരെ ആരും ചുവട് വെച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു വയ്ക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധ്യമാണ്. അങ്ങനെ ഒരു ജനറേഷനെ എഴുന്നേൽപ്പിക്കുന്ന സീസണാണ് ഈ സീസൺ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ, ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം. A new season, a new era, ഒരു പുതിയ കാലഘട്ടം. ഇത് എന്റെ കാലഘട്ടമാണ്. ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്ത ചിലത് ചെയ്തെടുക്കുവാൻ ദൈവം നിങ്ങളിൽ ചിലരെ വിളിച്ചു വേർതിരിക്കുകയാണ്. നിങ്ങൾ ആരും ചെയ്തിട്ടില്ലാത്ത പുതിയതൊന്നിനെ ആരംഭിക്കുവാൻ ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഓ, come on.
കൈ അടിക്കുന്നവർ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. ഇതുവരെ ആരും ചെയ്യാത്തത് നിന്നെ കൊണ്ട് ചെയ്തെടുപ്പിക്കുവാൻ എന്റെ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. നമ്മൾ പലപ്പോഴും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക എന്ന ചിന്ത പോയി നമ്മുടെ അകത്തു നിന്ന്. ദൈവിക മർമ്മങ്ങളെ പ്രാപിക്കുക എന്ന ചിത്രം നമ്മുടെ അകത്തുനിന്ന് പോയി. ആത്മീയ ബോധ്യങ്ങളെ, ആത്മമണ്ഡലങ്ങളെ കാണുക എന്ന ബോധ്യം നമ്മുടെ അകത്തുനിന്ന് പോയി. പകരം നമുക്ക് ലഭിച്ച ദൈവവചനത്തിന്റെ വെളിപ്പാടിൽ നിന്ന് ഒരു ചെറിയ റിഫ്ലക്ഷനോ ഒരു വെളിപ്പാട് കൂടോ പ്രാപിച്ച് പ്രസംഗത്തിൽ മാത്രം ഒതുങ്ങിപ്പോയി നമ്മളെല്ലാവരും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തൊരു സ്പിരിച്വൽ നിലവാരം കൂടെ ഉണ്ടായി വരട്ടെ. കൈകളടിച്ചൊരു ഹല്ലേലൂയ പറയാം. ശബ്ദഹേരത്തിൽ ഹല്ലേലൂയ പറയാം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ പത്രോസ് കൊർന്നേലിയോസിന്റെ വീട്ടിൽ പോയപ്പോഴാണ് കർത്താവ് പത്രോസിന് ഒരു കാര്യം കൂടെ മനസ്സിലായേ. പത്രോസിന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരെല്ലാം കൂടെ ചോദിച്ചു, കൂടെ വന്ന ആളുകളൊക്കെ ചോദിച്ചു, നമുക്ക് രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, പരിച്ഛേദനയുള്ള, നമ്മുടെ മേൽ പകർന്ന അതേ പരിശുദ്ധാത്മാവ് പരിച്ഛേദനയില്ലാത്ത, സ്നാനപ്പെടാത്ത ഇവരുടെ മേൽ എങ്ങനെയാ പകർന്നത്? അതുവരെ അവർക്ക് മനസ്സിലായ കാര്യത്തിൽ നിന്ന് ഘടകവിരുദ്ധമായതൊന്ന് ദൈവം ചെയ്യുവോ? ചെയ്യുന്നത് കണ്ടിട്ട് അവർ പറഞ്ഞു, ഇനി എങ്ങനെയാ ഇവർക്ക് സ്നാനജലം അല്ലെങ്കിൽ വെള്ളം വിലക്ക ഇനി നമുക്ക് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞാൽ അതുവരെ നടന്നിട്ടില്ല അതൊരു കാര്യം അവിടെ നടക്കാൻ തുടങ്ങുക. എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പത്രോസും ശിഷ്യന്മാരും എന്ത് ചെയ്തു? അതുവരെ നടന്നിട്ടില്ലാത്ത ഒരു പുതിയ കാര്യം കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ ചെയ്തു. ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ, ഇതുവരെ നടന്നിട്ടില്ലാത്തത് ശിഷ്യന്മാരുടെ ഇടയിൽ ദൈവം ചെയ്തു തുടങ്ങിയതുപോലെ ഇന്ത്യയിൽ ഇതുവരെ നടന്നിട്ടില്ലാത്തത് നിങ്ങളെ കൊണ്ട് ചെയ്തെടുക്കുവാൻ എന്റെ ദൈവത്തിന് പറ്റും. വിശ്വസിക്കുന്നവർക്ക് ആമേൻ പറയാം. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലാത്തത് ദൈവം ചെയ്യുന്നത് കണ്ടിട്ട് ഇങ്ങനെയും ദൈവത്തിന് ചെയ്തു തുടങ്ങാം, ദൈവത്തിന് ഇങ്ങനെയും മൂവ് ചെയ്യാം എന്ന് മനസ്സിലാക്കുന്ന വിധത്തിൽ ഒരു കാലഘട്ടം ഇനിയും എഴുന്നേൽക്കാൻ പറ്റും. ജാതീയനായ ഒരു മനുഷ്യനെ നോക്ക്, ജാതീയനായ മനുഷ്യനെ, ഭയങ്കരമായിട്ടോ, ജാതീയനായ ഒരു മനുഷ്യനെ, അതുവരെ സ്നാനപ്പെട്ടിട്ടില്ലാത്ത കൊർന്നേലിയോസിന്റെ വീട്ടിലേക്ക് ഇതാ ഒരു ദൂതൻ ഇറങ്ങി ചെല്ലുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഇത് എൻഡ് ടൈമാണ്. രാജാക്കന്മാരെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു. ഇത് എൻഡ് ടൈമാണ്. ഇത് അവസാന കാലഘട്ടമാണ്. ഭക്തരായിരിക്കുന്ന രാജാക്കന്മാരെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു. ഭക്തരായിരിക്കുന്ന പ്രഭുക്കന്മാരെ ദൈവം സന്ദർശിക്കാൻ പോകുന്നു. സന്ദർശിച്ചിട്ട് ഇന്നയാളെ വിളിക്ക്, അവരെ കൊണ്ട് നീ പ്രസംഗിപ്പിക്ക്, അവരിൽ നിന്ന് സുവിശേഷം കേൾക്ക. അങ്ങനെയും വേറൊരു ഡൈമെൻഷനിലേക്ക് സഭയെ കൊണ്ടുപോകാൻ ദൈവത്തിന് പറ്റും. ഒന്ന് ചേർന്ന് കൈകൾ അടിച്ചൊരു ആമേൻ പറഞ്ഞാട്ടെ. എന്റെ കൂടെ പറഞ്ഞാട്ടെ, ഇതുവരെ ആരും ചെയ്തിട്ടില്ലാത്തൊരു പുതിയ പ്രതലം, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു പുതിയ കാര്യം എന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ ദൈവത്തിന് പറ്റും. ആരൊരാള് എന്നോട് ചോദിച്ചു, ഇനി എന്തു പുതിയത് ചെയ്യാനാ? മരിച്ചവരെ ഉയർപ്പിച്ചു, വേദപുസ്തകത്തിൽ ഇല്ലാത്തത് എന്തോ ഇനി പുതിയത് ചെയ്യാനാ? ഞാൻ നിങ്ങളോട് പറയാം, വേദപുസ്തകത്തിൽ നിന്ന് വിട്ടുമാറിയിട്ട് ഒരു പുതിയതൊന്ന് ചെയ്യുവാൻ ആർക്കും കഴിയത്തില്ല. വേദപുസ്തക അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത പലതും ചെയ്യുവാൻ ദൈവത്തിന് പറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാനൊരു കാര്യം പറയാം, 4 ദിവസമായ ലാസറിനെ ഉയർപ്പിച്ചുവെങ്കിൽ 3 ദിവസമായ ഒരു മരിച്ചവനെ എഴുന്നേൽപ്പിക്കാൻ പറ്റും. ഞാൻ വേദപുസ്തകത്തിനകത്ത് നിന്നോണ്ടാ എന്റെ വിശ്വാസം 10 ദിവസമായ ഒരാളെയും എഴുന്നേൽപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷെ നിങ്ങൾ പറയുക 4 ദിവസമാണ് ബോർഡർ എന്ന് പറഞ്ഞാൽ മതി, 3 ദിവസമായ ആളെ എഴുന്നേൽപ്പിക്കാമല്ലോ. ഒരു ഹല്ലേലൂയ പറ, ഒന്ന് കൈയടിച്ച് ഒരു ആമേൻ പറ. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പലതും, അഴുകിപ്പോയ ശരീരങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന വിധത്തിൽ, എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് ഉളവാക്കുന്ന വിധത്തിൽ ചിലത് ചെയ്തെടുക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഇതുവരെ ആരും ചെയ്യാത്തത് പുതിയത് ചെയ്യുവാൻ കർത്താവ് നമ്മളെ കണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാരിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിട്ടാണ് പൗലോസ് ആയിരുന്നത്. ഹല്ലേലൂയ. അതേപോലെ നിങ്ങളുടെ ലൈഫിലും കർത്താവുമായിട്ട് പുതിയ ഒരു എൻകൗണ്ടർ ഉണ്ടാകട്ടെ. ചിലത് മനസ്സിലാക്കി തരുന്ന വിധത്തിൽ, ചിലത് മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വലിയൊരു വർധനവ് കർത്താവ് തരട്ടെ. നമുക്കിനിയും ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം.
ബ്രദറെ, ഈ അമ്മ സരസു ഇവിടെ വെൺമണി എന്നാണ് വരുന്നത്, ഇവിടെ കട്ടപ്പനയിൽ നിന്ന് തന്നെ. ഈ അമ്മയുടെ മകള് അനിതയുടെ മക്കളാണ് ഈ 3 പേരും. അനിതയുടെ ഈ 2 കുഞ്ഞുങ്ങളെ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോകും, ഒരു കുഞ്ഞിനെ മറ്റേ കുഞ്ഞിനെ കിട്ടിയാലും ആ കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ വല്ലാതെ സങ്കടപ്പെട്ട് പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജീസസ് ടൈമിൽ 2019 വിളിച്ച് പ്രാർത്ഥിച്ചു. ഇവർ പറഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം 2 കുഞ്ഞുങ്ങളെ പൂർണ്ണമായി നോർമൽ ഡെലിവറി കൂടി ദൈവമായി കർത്താവ് ഈ കുടുംബത്തിന് കൊടുത്തു എന്നാണ് അവർക്ക് സാക്ഷ്യം. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് 2 കുഞ്ഞുങ്ങൾ നോർമലായി ഡെലിവറി ചെയ്തു. അതും തന്നെ ഒരു അത്ഭുതമായിട്ട്. ഇരട്ട കുഞ്ഞുങ്ങളെയൊന്നും ഇപ്പൊ അവര് നോർമലായി പ്രസവിക്കാൻ വിടത്തില്ല. ഇത് നോർമലായി പ്രസവിച്ചെന്ന് പറയുന്നത് ഭയങ്കരമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. ഒരാൾ പുറത്ത് വന്നിട്ട് അടുത്ത ആൾ പുറത്ത് വരത്തുള്ളൂ. ഒരു നല്ല ആമയും പറയാത്ത എന്താ? ഇപ്പൊ ഇരട്ട പിള്ളേരാന്ന് പറഞ്ഞാൽ എപ്പോഴും കീറി എടുക്കത്തുള്ളൂ. നോർമൽ എന്ന ഒരു വഴിയില്ല, ഇത് നോർമലായിട്ടാണ് നിൽക്കുന്നത്. ഒന്ന് കൈയടിച്ചൊരു ആമയും പറഞ്ഞ് യേശു ചെയ്ത നന്മയ്ക്കായി സ്തോത്രം. സന്തോഷമായിട്ട്. ഈ മോൾക്ക് പനിയായിരുന്നു, ഭയങ്കര പനിയാ, മരുന്ന് വാങ്ങിയിട്ടൊന്നും കുറയുന്നില്ല. പനി മാറി, സൗഖ്യം കിട്ടി. എന്നിട്ട് ഞങ്ങള് പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് പിന്നെ പനിച്ചിട്ടേ ഇല്ല. 3 വർഷത്തേക്ക് പിന്നെ പനി ഉണ്ടായി. 3 വർഷത്തേക്ക് പിന്നെ പനി വന്നില്ല. പോട്ടെ, ഇനി ജീവിതകാലം പനി വരാതിരിക്കട്ടെ. പോട്ടെ. ബ്രദറിന്റെ പേര് ജസ്റ്റിൻ തോമസ് ആണ്. കട്ടപ്പന വെണ്ണിലാക്കണ്ടത്തു നിന്നാണ് വന്നത്. ഓക്കെ. ഈ ബ്രദർ വീട് പണിക്ക് ശ്രമിച്ചു, എന്നാൽ അതിൻ്റെ പേപ്പർ വർക്കുകൾ ശരിയാകാതെ 1 വർഷത്തോളമായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു. മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നുള്ള അവഗണന, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ നമ്മുടെ കട്ടപ്പന മീറ്റിങ്ങിന് വന്ന് പ്രാർത്ഥിച്ചു, എന്നാൽ അതെല്ലാം ശരിയായി. ഇപ്പോൾ വീട് പണി നടക്കുകയാണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജസ്റ്റിൻ തോമസ്, കട്ടപ്പന. ജസ്റ്റിൻ തോമസ് ആണ്. വീട് പണിക്ക് ഒത്തിരി തടസ്സങ്ങളായിരുന്നു. എല്ലാ വീട് പണിക്ക് ചില തടസ്സങ്ങളുണ്ടാവും, പക്ഷെ ഇത് കുറച്ച് സീരിയസ് ആയിരുന്നോ? ഒരു NOC സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. അപ്പൊ അതെല്ലാ കാര്യം സോൾവ് ആയി. ദൈവം അത്ഭുതം ചെയ്തു. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ആമേൻ. ദൈവം സന്തോഷമായിട്ട് ചെയ്തോട്ടെ. ബ്രദറെ, ഈ സിസ്റ്ററിന് വീടില്ലാതെ വളരെ ഭാരപ്പെട്ടിരിക്കുമായിരുന്നു. പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടായി. ആ സാക്ഷ്യമായിട്ടാണ് നിൽക്കുന്നത്. സിസ്റ്ററിന്റെ പേര് രാജി, നെടുങ്കണ്ടത്ത് നിന്ന് വരുന്നു. വീടില്ലാതെ 4 വർഷമായിട്ട് വാടക വീട്ടിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഹസ്ബൻഡ് മദ്യപാനിയായിരുന്നു. ഈ സിസ്റ്ററിനെ 4 കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഭർത്താവ് ഓടിപ്പോയി. അപ്പൊ ഇവര് വളരെ ഇവര് ചർച്ചിൽ മുടങ്ങാതെ വരുമായിരുന്നു. കട്ടപ്പന ചർച്ചിൽ, നെടുങ്കണ്ടം ചർച്ചിൽ മാറി മാറി ഇവരെ വിശ്വാസത്തോടു കൂടി വന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ മീറ്റിങ്ങിൽ ബ്രദർ പറഞ്ഞു സ്വന്തമായിട്ട് വീടില്ലാത്ത എല്ലാവർക്കും ഈ വർഷം വീടുണ്ടാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ സിസ്റ്റർ വിശ്വാസത്തോടു കൂടി അത് ഏറ്റെടുത്തു. സിസ്റ്ററിന് സ്ഥലം വാങ്ങാൻ പറ്റി, വീട് പണിയാൻ പറ്റി. ഈ മാസം ഈ ശനിയാഴ്ച വീടിന്റെ പാലുകാച്ചലാണ്. അടിപൊളി. ഈ 4 പേരും കൂടെ അടി ഉണ്ടാവത്തില്ല വീട്ടിലെ? ഭയങ്കര രസമല്ല ഈ പ്രായത്തിൽ 4 എണ്ണം ഉള്ളത്? എന്ത് രസമായിരിക്കും. വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ സർക്കസ് കൂടാരത്തിൽ പോയ പോലെ ആയിരിക്കും. ഇവര് അനുഗ്രഹിക്കപ്പെട്ടിരിക്കട്ടെ, ബ്ലസ്ഡ് ആകട്ടെ, സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് വളരട്ടെ, സമൃദ്ധി വളരട്ടെ. കുഞ്ഞുങ്ങളെ കാണുന്നവർ പറയട്ടെ, ദൈവത്തിന്റെ ഗ്ലോറി പറയട്ടെ. അപ്പൊ അമ്മയുടെ പേര് വിജി എന്നാണ്. അമ്മയുടെ മകൾക്ക് ഒരു അത്ഭുത സൗഖ്യം ലഭിച്ചതിന് സാക്ഷ്യം പറയാനായിട്ടാണ് അമ്മ ഇവിടെ നിൽക്കുന്നത്. അമ്മയുടെ മകളുടെ പേര് ആതിര എന്നാണ്. 2019 കട്ടപ്പന മീറ്റിംഗിൽ വെച്ച് ഒരു ഭാഗം തളർന്നു പോയിരുന്നു ഈ മകളുടെ. അത് സൗഖ്യമായി ആ മീറ്റിങ്ങിനകത്ത് വെച്ച്. 2019 ഒരു വശത്ത് തളർന്ന ആളായിരുന്നു, എന്നാൽ അത് പരിപൂർണ്ണമായിട്ട് സൗഖ്യമായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അതുകൂടാതെ തന്നെ ഈ അമ്മയുടെ മകൻ അജിന് 18 വർഷം തടവ് ശിക്ഷ വിധിക്കുന്ന ഒരു വിധി ഉണ്ടായിരുന്നു കോടതിയിൽ. അത് വെറുതെ വിട്ടു കോടതി. 18 വർഷം ജയിലിൽ കിടക്കേണ്ട ആളെ കർത്താവ് വെറുതെ വിട്ടു. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറഞ്ഞു. വലിയ കാര്യം ഉണ്ടായ 2 കാര്യം വലുതാണ്. സന്തോഷമെടുപ്പായിട്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ജീവിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ കാണിക്കുവാൻ കഴിയുന്നല്ലോ. ക്രിസ്തു എന്നിലൂടെ ജീവിക്കുന്നു, നിങ്ങളിലൂടെ ജീവിക്കുന്നു, നിങ്ങളിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതത്തിന് വ്യത്യാസം വരുത്തുന്നു. ഹല്ലേലൂയ. ഇത് കാണുന്ന ഓരോ വ്യക്തികളും പറയട്ടെ, കർത്താവ് ജീവിക്കുന്നുവെന്ന്. എൻ്റെ ദൈവം ജീവനുള്ള ദൈവമാകുന്നു എന്ന് പറയട്ടെ. ഹല്ലേലൂയ. നിങ്ങളിൽ ക്രിസ്തു എത്രത്തോളം വെളിപ്പെടുന്നുവോ അത്രത്തോളം മറ്റുള്ളവർക്ക് മനസ്സിലാകും ജീവിക്കുന്നൊരു ദൈവത്തെ.
കർത്താവിനെ നമ്മളെ തന്നെ ഏൽപ്പിക്കും. ഒരു നിമിഷം കണ്ണുകളായി അടച്ചാട്ടെ. രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ചാട്ടെ. വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നാട്ടെ. നിങ്ങളുടെ ലൈഫിലായിരിക്കുന്ന ഏത് പ്രശ്നമാണെങ്കിലും ഏത് ഭാരമാണെങ്കിലും അതവൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ ആ യേശുവിൻ്റെ നാമത്തിൽ എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ നടത്തുന്ന വിധങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ഞങ്ങളെക്കുറിച്ചിട്ടുള്ള അവിടുത്തെ കരുതലിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ്. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ യേശുവെ തൻ്റെ ശരീരത്ത് ബ്ലഡ് കട്ടയായി കിടക്കുന്ന പോലത്തെ ഒരു അനുഭവത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. സർജറി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ആ വ്യക്തിയുടെ മേൽ കർത്താവിൻ്റെ കൃപ ചലിക്കട്ടെ അപ്പാ. ജീവനുള്ള ദൈവത്തെ അവർ അനുഭവിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ അനുഭവിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി കർത്താവെ. നന്ദി പറയുന്നപ്പാ. അപ്പോൾ ആ ഒരു കുടുംബം പ്രാർത്ഥിക്കുന്നത് തൻ്റെ മകൾക്ക് മാനസിക വൈകല്യമുണ്ട്. കർത്താവെ, ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കുടുംബത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ ആ വീട്ടിൽ കർത്താവിൻ്റെ പ്രവൃത്തി ചലിക്കട്ടെ അപ്പാ. അപ്പോൾ ആ പ്രവൃത്തി തുടങ്ങട്ടെ അപ്പാ. ദൈവരാജ്യം അവരിൽ വെളിപ്പെടട്ടെ അപ്പാ. യേശുവെ, ദൈവരാജ്യം അവരിൽ വെളിപ്പെടട്ടെ അപ്പാ. ദൈവരാജ്യം അവരിൽ വെളിപ്പെടട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും അവിടുത്തെ കൃപ ചലിക്കണം അപ്പാ. യേശുവേ, കർത്താവെ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലാകട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ, നന്മകൾ കൊണ്ട് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.